ഒരു ശലഭം ഭാഗം 18. വിവാഹത്തിനായി വന്നിരുന്ന എല്ലാവർക്കുമുള്ള ഭക്ഷണം പുറത്തൊരു ഹോട്ടലിലാണ് പറഞ്ഞിരുന്നത്. ആദിക്കും മല്ലിക്കും മാത്രം റൂമിലേക്ക് കൊണ്ടുവന്നിരുന്നു. താൻ ആദിയുടെ കൂടെ ഇരുന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലി എല്ലാവരെയും ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു വിട്ടു. ആദിക്കും തനിക്കും അവിടെയുള്ള ടേബിളിൽ ഇലയിട്ട് സദ്യ വിളമ്പി. ചെറിയ പ്ലാസ്റ്റിക് ബോക്സുകളിലെ കറികളൊക്കെ അങ്ങനെ തന്നെ തുറന്നു വെച്ചുകൊണ്ട് അവൾ ആദിക്ക് വാരിക്കൊടുക്കാൻ തുടങ്ങി. ആദ്യം സന്തോഷത്തോടെ ആസ്വദിച്ചു കഴിച്ചു. ആദ്യമായിട്ടാവും ഇങ്ങനെ ഒരു കല്യാണം നടക്കുന്നത്, അല്ലേ കൃതി? ആദി ചിരിയോടെ പറഞ്ഞു. കുറച്ചു കഴിഞ്ഞതും ആദി ഭക്ഷണം മതിയാക്കി. എനിക്ക് മതിയായി കൃതി, ഇനി താൻ കഴിക്ക്, അവൻ പറഞ്ഞു. കുറച്ചല്ലേ കഴിച്ചുള്ളൂ, അപ്പോഴേക്കും മതിയായോ? അല്ലി ചോദിച്ചു. മതി, ഇത്ര തന്നെ ഞാൻ കഴിക്കാറില്ല. ഇതിപ്പോ താൻ തന്നിട്ടാ ഇത്രയെങ്കിലും കഴിച്ചു പോയത്. കുറച്ച് പായസം തന്നേക്ക്, നമ്മുടെ കല്യാണമായിട്ട് മധുരം കഴിച്ചില്ലെങ്കിൽ എങ്ങനെയാ? ഞാനിത് കഴിക്കുമ്പോഴേക്കും താൻ ഭക്ഷണം കഴിച്ചോ. ആദിക്ക് പായസം കൊടുത്തിട്ട് അല്ലി ആ ഇലയിലേക്ക് തന്നെ വിളമ്പി കഴിക്കാൻ തുടങ്ങി. കൃതിക്ക് പായസം വേണ്ടേ? ആദി ചോദിച്ചു. എനിക്ക് പക്ഷെ ഇങ്ങനെ ഗ്ലാസ്സിൽ കുടിക്കാൻ ഇഷ്ടമല്ല. ഇലയിൽ തന്നെ പപ്പടവും പഴവും ഒക്കെ കൂട്ടി കഴിക്കണം, അല്ലി പറഞ്ഞു. അവളങ്ങനെ കഴിക്കുന്നത് കണ്ടപ്പോ കുഞ്ഞൊരു കൊതി അവനും തോന്നി. വേണോ? അവന്റെ നോട്ടം കണ്ട് അല്ലി ചോദിച്ചു. ആദ്യ ചമ്മലോട് തലയാട്ടി. പപ്പടവും പഴവും ഒരുമിച്ച് കുഴച്ച ഒരു പിടി പായസം അല്ലി ആദിക്ക് നേരെ നീട്ടി. അവനത് രുചിയോടെ കഴിച്ചു. നന്നായിട്ടുണ്ട്, ആദി പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, പരിപ്പ് പായസം ഇങ്ങനെ വേണം കഴിക്കാൻ. അല്ലി വേഗം ഇലയൊക്കെ മടക്കി വേസ്റ്റ് ബാഗിലേക്ക് ഇട്ടു. കൈ കഴുകി ആദിയെയും ക്ലീൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. ഇനി സിസ്റ്ററിനെ വിളിക്കാം, ആദ്യേട്ടിന് മെഡിസിൻ ഇല്ലേ? അല്ലി അവിടെയുള്ള ബെല്ലടിച്ചതും ഒരു സിസ്റ്റർ അവനുള്ള മരുന്നുമായി വന്നു. അല്ലി അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി. മരുന്ന് കഴിച്ചതല്ലേ, ആദ്യേട്ടൊന്ന് കിടന്നോ, അവരൊക്കെ വന്നാൽ ചിലപ്പോ റെസ്റ്റ് എടുക്കാൻ പറ്റില്ല, അല്ലി പറഞ്ഞു. അവൾ ആദിയുടെ ബെഡ് താഴ്ത്തി കൊടുത്തു. കൃതി, ആദി അല്ലിയെ വിളിച്ചു. എന്താ? അല്ലി അവനെ നോക്കി. സോറി, ഇന്നലെ അങ്ങനെ ചോദിച്ചതിന്, ആദി പറഞ്ഞു. ആദി, നീ മറന്നില്ലേ? അല്ലി അത്ഭുതത്തോടെ ചോദിച്ചു. കൃതി ഇന്നലെ പിണങ്ങിയല്ലേ പോയത്? റിയലി സോറി. ആദ്യേട്ടൻ അങ്ങനെ ചോദിച്ചപ്പോ പെട്ടെന്ന് സങ്കടമായി, അതാ. പിന്നെ ഒരിക്കലും ഞാൻ പിണങ്ങില്ല, അല്ലി പറഞ്ഞു. പിണങ്ങില്ല എന്നൊന്നും പറയണ്ട കൃതി. പിണക്കവും അത് കഴിഞ്ഞുള്ള ഇണക്കവും ഒക്കെ ഉണ്ടെങ്കിലേ ലൈഫിനൊരു ഭംഗിയുള്ളൂ, ആദി പറഞ്ഞു. എന്നാ ആരാ പറഞ്ഞേ? സാം, ആദി പെട്ടെന്ന് പറഞ്ഞു. അല്ലി പൊട്ടിച്ചിരിച്ചു പോയി. ഈ പോലീസിനെ കള്ളത്തരം കാണിക്കാൻ അറിയില്ലല്ലോ. കള്ളത്തരമൊക്കെ ഉണ്ട്, പക്ഷെ നിന്റെ അടുത്ത് കള്ളത്തരം കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, എന്റെ കൃതിയല്ലേ, ആദി പറഞ്ഞു. അവനാ പറഞ്ഞത് കേട്ട് കൃതിയുടെ ചിരി നിന്നു. അവൾ അത്ഭുതത്തോടെ ആദിയെ നോക്കി. ഇനി സംസാരിച്ചിരുന്നാൽ കിടക്കാൻ സമയം കിട്ടില്ല കേട്ടോ, കൃതി അവനോട് പറഞ്ഞു. ആദി പതുക്കെ കണ്ണുകൾ അടച്ചു. കുറച്ചു കഴിഞ്ഞതും അവൻ ഉറങ്ങിയെന്ന് മനസ്സിലായപ്പോ അല്ലി അവന്റെ അരികിലേക്ക് ചെന്നു. എനിക്ക് എന്ത് ഇഷ്ടാണെന്നോ ഈ ആദ്യേട്ടനെ, അല്ലി പതുക്കെ പറഞ്ഞുകൊണ്ട് ആദിയുടെ നെറ്റിയില് അധരങ്ങൾ ചേർത്തു. കണ്ണടച്ചുറങ്ങാതെ കിടന്നിരുന്ന ആദിയുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. പിന്നെയും 1 മണിക്കൂറോളം കഴിഞ്ഞാണ് ഭക്ഷണം കഴിക്കാൻ പോയവർ തിരികെ എത്തിയത്. അപ്പോഴേക്കും ആദി മയങ്ങിപ്പോയിരുന്നു. അല്ലിയും അവന്റെ ബെഡിൽ തല ചായച്ചുറങ്ങിയിരുന്നു. അകത്തേക്ക് കയറിയ അച്ചമ്മയ്ക്ക് ആ കാഴ്ച ഒരുപാട് സന്തോഷം നൽകി. അവരെ ഉണർത്തേണ്ട എന്ന ആഗ്രഹമുണ്ടെങ്കിലും എല്ലാവർക്കും പോവേണ്ടതിനാൽ ഉണർത്താതെ തരമില്ലായിരുന്നു. അച്ചമ്മ വിളിച്ചതും അല്ലിയും ആദിയും വേഗം ഉണർന്നു. അച്ചമ്മയുടെ പുറകെ ബാക്കിയുള്ളവരും അകത്തേക്ക് വന്നു. എല്ലാവരും ആദിയോട് യാത്ര പറഞ്ഞ് പോവാനിറങ്ങി. അല്ലിയും വീട്ടിലേക്ക് പോവുകയല്ലേ? മാലതി ചോദിച്ചു. അല്ലി ഞെട്ടി അവരെ നോക്കി. ഞാൻ പോകുന്നില്ല ആന്റി. അല്ലി എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ആദിക്ക് അല്ലിയുടെ ഹെൽപ്പൊക്കെ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കില്ലേ? ഒന്നില്ലെങ്കിലും ഇന്ന് കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ, നിങ്ങൾ തമ്മിൽ അങ്ങനെ പരിചയമൊന്നുമില്ലല്ലോ, മാലതി പറഞ്ഞു. അല്ലി ആദിയെ നോക്കി. അവന് ദേഷ്യം വന്നിരുന്നു. കൃതി എന്റെ ഭാര്യയാണ്, എന്റെ കൂടെ കൃതി മതി. പിന്നെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടോ ഇല്ലയോ എന്ന് ഞാനല്ലേ പറയേണ്ടത്, ആദി ദേഷ്യം അടക്കി പറഞ്ഞു. അല്ല മോനെ, നിനക്കൊരു ബുദ്ധിമുട്ടാവേണ്ടെന്നോർത്താ. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പൊ ഈ കല്യാണം നടത്തിയത് പോലും കൃതിക്ക് എന്റെ കൂടെ നിൽക്കാൻ വേണ്ടിയാ. അപ്പൊ പിന്നെ ഇങ്ങനെയൊരു ചോദ്യത്തിന്റെ ആവശ്യം കൂടിയില്ല, ആദി പറഞ്ഞു. അച്ചമ്മ വേഗം മുന്നോട്ട് വന്നു. മാലതി,
ഇത്രയും ദിവസം ഞാനും രാമനുമാണ് ഇവിടെ നിന്നത്. അതിനേക്കാൾ നല്ലതല്ലേ അല്ലി നിൽക്കുന്നത്. നമുക്ക് തറവാട്ടിലേക്ക് തന്നെ പോകാം. ഇവിടെ രാധ ഉണ്ടല്ലോ. അല്ലിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ രാധയോട് പറഞ്ഞോളൂ. മാലതി ദേഷ്യം അടക്കി പുറത്തേക്കിറങ്ങി. അനിയും നന്ദിനിയും ആദിയുടെ അടുത്തേക്ക് ചെന്നു. ഞങ്ങളുടെ ജീവനെയാണ് മോനെ ഏൽപ്പിക്കുന്നത്, അവര് പറഞ്ഞു. കൃതി എനിക്കും ഒരുപാട് പ്രിയപ്പെട്ടതാണ് അങ്കിൾ, ആദ്യ അവരോട് പറഞ്ഞു. അനിയും നന്ദിനിയും അത്ഭുതത്തോടെ അവനെ നോക്കി. അവൻ അങ്ങനെ തുറന്നു പറയുമെന്ന് അവര് വിചാരിച്ചില്ലായിരുന്നു. പക്ഷേ അവരുടെ മനസ്സിന് അതൊരു സമാധാനമായിരുന്നു. കണ്ണനും അപ്പവും ആദിയുടെ അടുത്ത് വന്നു. അലിയെ നോക്കണേ, അല്ലി പാവമാണ്. അപ്പോ അളിയൻ പാവല്ലേ, അത് ചോദിച്ചു. കണ്ണനും അപ്പവും ഒന്ന് പരസ്പരം നോക്കി. അളിയനും പാവാ. അല്ലി, നീ അളിയനെ നോക്കണേ. അസുഖം മാറിയിട്ട് നമ്മള് വീട്ടിലേക്ക് പോവാം. അളിയനെ ഇടിച്ചവരെ ഞാനും അപ്പവും ഇടിച്ച് സൂപ്പാക്കും. കുഞ്ഞളിയന്മാർ ആദ്യം സമാധാനിപ്പിച്ചു. അവരുടെ സംസാരം കേട്ടതും ആ റൂമിലുണ്ടായിരുന്ന ടെൻഷനൊക്കെ ഒന്ന് മാറി. അല്ലിയുടെ വീട്ടുകാരോടൊപ്പം ആലിയും സാമും ഒക്കെ ഇറങ്ങി. മഹേഷ് ആദ്യം തന്നെ ഓഫീസിലേക്ക് പോയിരുന്നു. അവരൊക്കെ പോയി കഴിഞ്ഞാണ് ആദിയുടെ വീട്ടുകാരൊക്കെ അവരോട് യാത്ര പറഞ്ഞിറങ്ങിയത്. നാളെ രാവിലെ വന്നോളാം കേട്ടോ, അച്ഛമ്മ അല്ലിയോട് പറഞ്ഞു. രാമൻ അല്ലിയുടെ അടുത്തേക്ക് ചെന്നു. എന്താ ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കുക കേട്ടോ മോളെ. ഹോസ്പിറ്റലിൽ രാധയും ഉണ്ടാവും. അച്ഛനും അച്ഛമ്മയുമാണ് അവസാനം ഇറങ്ങിയത്. അവര് പോയതും അല്ലി ഡോർ ലോക്ക് ചെയ്തു. ആദ്യേട്ടന് ഫ്രഷ് ആവണ്ടേ, അല്ലി ചോദിച്ചു. ആദ്യ പകച്ച് അല്ലിയെ നോക്കി. മാലതിയോട് വലിയ ഡയലോഗൊക്കെ പറഞ്ഞെങ്കിലും കാര്യത്തോടടുത്തപ്പോ ചെക്കൻ പകച്ചു നിന്നു പോയിരുന്നു. ആദ്യേട്ടന് ഫ്രഷ് ആവണ്ടേ, കൃതി വീണ്ടും ചോദിച്ചു. ഇറ്റ്സ് ഓക്കെ കൃതി, കൃതി ഫ്രഷ് ആയിക്കോ. നമുക്ക് മെയിലേഴ്സ് ആരെങ്കിലും വരുമോ എന്ന് നോക്കാം, ആദ്യ പറഞ്ഞു. അപ്പോ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഇഷ്ടമല്ലേ, അല്ലി ചോദിച്ചു. അങ്ങനെയല്ല കൃതി, ഇന്ന് കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ. എനിക്കെന്തോ പോലെ. താൻ ഏതെങ്കിലും മെയിൽ നേഴ്സിനെ വിളിക്ക്. വീട്ടിലെത്തിയിട്ട് താൻ ഹെൽപ്പ് ചെയ്തോ, മതിയില്ലേ? ആദ്യേട്ടന് ചമ്മലാണോ എന്റെ മുമ്പില്, അല്ലി ചോദിച്ചു. താങ്ക് ഗോഡ്, ഇപ്പോഴെങ്കിലും തനിക്ക് മനസ്സിലായല്ലോ. പ്ലീസ് കൃതി. ശരി, ഞാൻ വിളിച്ചോളാം. ആദ്യം ഞാനൊന്ന് ഇതൊക്കെ മാറി ഫ്രഷ് ആവട്ടെ. അല്ലി ബാഗിൽ നിന്ന് അവൾക്ക് വേണ്ട ഡ്രസ്സ് എടുത്ത് വാഷ്റൂമിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞതും കുളിച്ച് ഡ്രസ്സൊക്കെ മാറി അല്ലി പുറത്തേക്ക് വന്നു. ആദ്യം അവളെ നോക്കി കിടന്നിരുന്നു. അല്ലി പുറത്ത് ചെന്ന് മെയിൽ നേഴ്സിനോട് വരാൻ പറഞ്ഞു. കുറച്ചു കഴിഞ്ഞതും ഒരു മെയിൽ നേഴ്സ് വന്നതും അല്ലി പുറത്തേക്ക് ഇറങ്ങി നിന്നു. കുറച്ചു കഴിഞ്ഞ് അയാൾ ആദ്യം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യിച്ചിട്ട് പോയി. നാളെ മുതൽ ഞാൻ ഹെൽപ്പ് ചെയ്തോളാം മതിട്ടാ, ഞാനുള്ളപ്പോ മറ്റുള്ളവരെന്തിനാ, അല്ലി അവനോട് പറഞ്ഞു. ആദ്യം അത്ഭുതത്തോടെ അവളെ നോക്കി. തനിക്ക് ഈ ചമ്മലൊന്നും ഇല്ലേ, അവൻ ചോദിച്ചു. പിന്നില്ലാതെ, പക്ഷെ ആദ്യേട്ടന് എന്റെ അല്ലേ, അപ്പൊ ഞാൻ മതി എല്ലാത്തിനും, അല്ലി പറഞ്ഞു. ഭംഗിയുള്ളൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു ആദിയുടെ മുഖത്ത്. എന്റെ ഭാര്യയ്ക്ക് അങ്ങനെ ചമ്മലൊന്നും ഇല്ലെങ്കിൽ എനിക്കും വേണ്ട അല്ലേ? വേണ്ട, അല്ലിയും പുഞ്ചിരിയോടെ പറഞ്ഞു. പിറ്റേന്ന് മുതൽ അല്ലി തന്നെയായിരുന്നു ആദിയുടെ കാര്യങ്ങളൊക്കെ നോക്കിയത്. അവൾക്ക് ഇതെല്ലാം അടുത്തു പോകുമോ എന്ന് ആദിക്ക് തോന്നിയിരുന്നെങ്കിലും അവന്റെ ചിന്തകൾ അസ്ഥാനത്താണെന്ന് അല്ലി ഓരോ ദിവസവും തെളിയിച്ചു. അവനെ ഒരു കുഞ്ഞിനെ ഒന്നോണമാണ് അവൾ നോക്കിയത്. അച്ഛമ്മയും, എന്തിന് അല്ലിയുടെ അച്ഛനും അമ്മയും വരെ അത്ഭുതത്തോടെയാണ് അവളുടെ വിഷപ്പകർച്ച കണ്ടത്. ഒരു ഭാര്യയിൽ നിന്ന് അവന്റെ അമ്മയായി അവൾ മാറിയത് അവനും അത്ഭുതം തന്നെയായിരുന്നു. ഭാര്യയാണെങ്കിലും അലിയെ നല്ലൊരു സുഹൃത്തായി കണ്ടിരുന്ന ആദിയുടെ മനസ്സിലേക്ക് അലിയുടെ സ്ഥാനം മാറി വരുന്നത് അവന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അവളെ നോക്കിയിരിക്കുന്നതും അവളുടെ സംസാരം കേട്ടിരിക്കുന്നതും അവൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. വിവാഹം കഴിഞ്ഞ് 2 ആഴ്ചയോളം ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. രാമച്ചനും അച്ഛമ്മയും ചെറിയച്ഛനും എപ്പോഴും വന്നെങ്കിലും മാലതിയും അഞ്ജലിയും പിന്നീട് ഒരിക്കൽ പോലും വരാതിരുന്നത് അല്ലിക്ക് അവരെ നന്നായി മനസ്സിലാക്കാൻ ഉപകരിച്ചു. അല്ലിയുടെ വീട്ടുകാരും ഹോസ്പിറ്റലിൽ നിത്യസന്ദർശകരായിരുന്നു. അങ്ങനെ 3 ആഴ്ചയ്ക്ക് ശേഷം ഇന്നാണ് ആദ്യ ഡിസ്ചാർജ് ആവുന്നത്. ചെറുതായി നടക്കാൻ പറ്റുമെന്നെങ്കിലും അവന് ഒരാഴ്ച കൂടെ റെസ്റ്റ് ഡോക്ടർ പറഞ്ഞിരുന്നു. ഫ്ലാറ്റിലേക്ക് പോകാനായിരുന്നു ആദ്യക്ക് ഇഷ്ടം. പക്ഷെ അച്ഛമ്മയുടെ ആഗ്രഹമായിരുന്നു അല്ലി തറവാട്ടിൽ ചെന്ന് കയറണമെന്നത്. അതുകൊണ്ട് അവർ തറവാട്ടിലേക്കാണ് പോയത്. തറവാട്ടിൽ എല്ലാവരും അവരെ കാത്തു നിന്നിരുന്നു. അച്ഛമ്മയുടെ കയ്യിൽ നിന്ന് നിലവിളക്ക് വാങ്ങി അല്ലി ആദിയോടൊപ്പം തറവാട്ടിലേക്ക് വലതുകാലം വെച്ച് കയറി. ആദിയും അല്ലിയും അവന്റെ റൂമിലേക്ക് കൊണ്ടുചെന്നാക്കിയിട്ട് അച്ഛമ്മ കുറച്ചു നേരം കിടക്കണമെന്ന് പറഞ്ഞു പോയി. അവന്റെ റൂം അല്ലിക്ക് നല്ല ഇഷ്ടമായിരുന്നു. ആദ്യം ബെഡിലേക്ക് കിടത്തിയിട്ട് അവൾ ജനാല തുറന്നു. പുറത്ത് കണ്ട കാഴ്ചയിൽ അല്ലിയുടെ കണ്ണുകൾ വിടർന്നു. പുഴയോ? അല്ലി അത്ഭുതത്തോടെ അവനെ നോക്കി.
പുറത്തേക്ക് ചെന്ന് നോക്ക്, കൃതിക്ക് ഇഷ്ടാവും, ആദി പറഞ്ഞു. പുറത്തേക്കുള്ള ഡോർ തുറന്നതും അല്ലിക്ക് ആ വരാന്തയും പുൽത്തകിടിയും ഒക്കെ ഒരുപാട് ഇഷ്ടമായി. അവൾ തിരികെ അകത്തേക്ക് കയറി. നല്ല ഭംഗിയുണ്ട്. ഇത്ര ഭംഗിയുള്ള സ്ഥലമായിട്ടാണോ ആ ഫ്ലാറ്റ് ഒറ്റയ്ക്ക് താമസിക്കുന്നേ? അവൾ ചോദിച്ചു. ഭംഗിയുണ്ടെങ്കിലും സന്തോഷമില്ലായിരുന്നല്ലോ. എന്റെ സന്തോഷം അവിടെയാണ്. കൃതിക്ക് ഇവിടെയാണോ ഇഷ്ടമായത്? അവൻ ചോദിച്ചു. ആദ്യേട്ടന് എവിടെയാണോ അവിടെയാണ് എനിക്കും ഇഷ്ടം. നമ്മൾ ഒരുമിച്ചുണ്ടായാൽ മാത്രം മതി. കൃതി, എനിക്ക് നിന്നെ ഹഗ് ചെയ്യാൻ തോന്നും ഇതിനൊക്കെ പറയുമ്പോ. അല്ലി പകച്ച അവനെ നോക്കി. പിന്നെ നെട്ടിച്ചുളിച്ച് അതിരടുത്തേക്ക് ചെന്നു. ഭാര്യയെ കാണാൻ സമയമെടുക്കുമെന്ന് പറഞ്ഞിട്ട്? അല്ലി കുറുമ്പോടെ ചോദിച്ചു. സമയം എടുത്തല്ലോ, 2 weeks. അവനും കുറുമ്പോടെ പറഞ്ഞു. അത്ര സമയം മതിയോ? അന്ന് എനിക്കറിയില്ലായിരുന്നല്ലോ ഈ പെണ്ണ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ നെഞ്ചിലേക്ക് ഇടിച്ചു കയറുമെന്ന്, ആദ്യ പറഞ്ഞു. ആദ്യം ഇങ്ങനെയൊക്കെ സംസാരിക്കോ? കൃതിയുടെ അടുത്തല്ലേ എനിക്ക് ഞാനായി നിൽക്കാൻ പറ്റൂ. മറ്റുള്ളവര് ഗൗരവക്കാരനെ ആദ്യം മാത്രമേ കാണൂ. പക്ഷേ എന്റെ മറ്റെല്ലാ ഭാഗങ്ങളും നിന്റെ അടുത്ത് മാത്രമായിരിക്കും. അല്ലി അവനെ കണ്ണെടുക്കാതെ നോക്കി. ഞാൻ അങ്ങോട്ട് വരുന്നത് കുറച്ച് ബുദ്ധിമുട്ടല്ലേ? കൃതി എന്റെ അടുത്തേക്ക് വരുന്നതാണ് എളുപ്പം. എന്തേ? അവൾ വേഗം അങ്ങോട്ട് ചെന്നു. ഞാൻ പറഞ്ഞത് ഇത്ര പെട്ടെന്ന് മറന്നോ? ദരവോട് ഹഗ് യു. അല്ലി ഒന്ന് പുറകിലേക്ക് ആഞ്ഞതും ആദ്യം അവളെ ചേർത്ത് പിടിച്ചു. അല്ലി ചമ്മലോടെ പിന്നോട്ട് മാറാൻ നോക്കി. ബലം പിടിക്കില്ല കൃതി, എനിക്ക് വേദനിക്കും. സോറി, വേദനിച്ചോ? അവൾ ആശങ്കയോടെ ചോദിച്ചു. ചെറുതായി. ഇവിടെ ഒരു കിസ് വന്നാ ചിലപ്പോ മാറിയാലോ? ഒന്ന് ട്രൈ ചെയ്താലോ? ആദ്യം കവള് കാണിച്ചുകൊണ്ട് കുസൃതിയോടെ ചോദിച്ചു. അല്ലി പകച്ചാണ് നോക്കിയിരുന്നു. എന്താ നോക്കുന്നേ? എന്നെ വിവാഹം കഴിച്ച ആൾ ഇത് തന്നെയാണോന്ന് നോക്കിയതാ. അത് കേട്ടതും ആദ്യ ചിരി അടക്കി. അത് പിന്നെ ഇതുവരെ ഹോസ്പിറ്റലായിരുന്നില്ലേ? ഇത് നമ്മുടെ ബെഡ്റൂം അല്ലേ? അതിന്? അവൻ അല്ലിയുടെ കവിളിൽ അമർത്തിയൊരു ഉമ്മ കൊടുത്തു. അല്ലി കണ്ണും വീഴ്ച ആദ്യം നോക്കി. വയറിൽ കുത്തുകിട്ടിയപ്പോ റൊമാൻറ്റിക് ആയോ? ഞാൻ റൊമാൻറ്റിക് അല്ലെന്ന് കൃതിയോട് ആരാ പറഞ്ഞത്? എന്റെ ഹൃദയത്തിൽ ആർക്കും കൊടുക്കാത്ത സ്നേഹം ഇങ്ങനെ നിറഞ്ഞിരിക്കുകയല്ലേ കൃതി. നീ അതെല്ലാം കൃതിക്ക് മാത്രമല്ലേ? അപ്പോ ഇങ്ങനെയൊക്കെയല്ലേ എനിക്കിത് പ്രകടിപ്പിക്കാനാവൂ, ആദ്യ പറഞ്ഞു. കൃതിക്ക് ചിരി വന്നു. ഈ ചെക്കനെ ഞാൻ എന്ത് പാവാണെന്നാ വിചാരിച്ചെന്നറിയോ? അല്ലി ചോദിച്ചു. ആദ്യം അവള് നിഷ്കളങ്കമായി നോക്കി. എന്റെ ഭാര്യയ്ക്ക് ഒരു ഉമ്മ വന്നതിനാണോ കൃതി എന്നെ പാവലെന്ന് പറയുന്നേ? അപ്പൊ എന്റെ സ്നേഹം ഒരു ഉമ്മയിൽ ഒതുങ്ങാതെ വരുമ്പോ ഞാൻ എന്ത് ചെയ്യും കൃതി? അപ്പൊ ഞാൻ ദുഷ്ടനും ക്രൂരനും ഒക്കെ ആവുമല്ലോ.